യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ കൃഷി വിളവെടുപ്പാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കൊരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതേ നമ്മളാണെങ്കിൽ ഇന്ന് പാടത്തേക്ക് പോവാണ്. ഞാനും അമ്മൂമ്മയും മമ്മിയും കൂടാണ് പോകുന്നത്. അപ്പോൾ ദേ നമ്മൾ നടന്ന് ദേ പാടമെത്തി. അപ്പോൾ നമ്മൾ അവിടെ കയറി ചെന്നപ്പോൾ കണ്ടത് നമ്മുടെ കറ്റ അടുക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ അതൊക്കെ എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് അടുക്കി വെച്ചേക്കുന്ന കാണാനായിട്ട്. അപ്പോൾ കൊയ്ത്ത് മെഷീൻ കൊണ്ടാണെങ്കിലും സൈഡിലൊക്കെ നിൽക്കുന്നത് നെല്ലൊക്കെ നമ്മുടെ അരിവാളൊക്കെ വെച്ചാണ് നമ്മൾ എടുക്കുന്നത്. കാരണം ഇച്ചിരി പാടാണ് സൈഡിലൊക്കെ ഉള്ള നെല്ലൊക്കെ നമുക്ക് എടുക്കാൻ. അങ്ങനെ നമ്മൾ കറ്റയൊക്കെ കണ്ടു കഴിഞ്ഞ് വരുമ്പോഴായിരുന്നു നമ്മുടെ ടില്ലർ കണ്ടത്. അപ്പോൾ നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ പോത്തുകുട്ടിയൊക്കെ വെച്ചായിരുന്നു ഈ ഒരു നിലമൊക്കെ ഉഴുതു മറിക്കുന്നത്. ഇപ്പോൾ ടെക്നോളജിയൊക്കെ വളർന്നതുകൊണ്ട് നമ്മുടെ ടില്ലറും അതുപോലെ തന്നെ ട്രാക്ടറും ഒക്കെ വന്നതുകൊണ്ട് നമ്മുടെ ജോലിയൊക്കെ നല്ലപോലെ എളുപ്പമായി. അപ്പോൾ ഇതേ നമ്മളങ്ങനെ കണ്ടുവരുമ്പോഴായിരുന്നു നമ്മുടെ സ്വർണം അഥവാ നമ്മുടെ നെല്ല് നമ്മൾ കണ്ടത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മുടെ സ്വർണത്തിൻ്റെ കളറല്ലേ നമ്മുടെ നെല്ലിന്. അപ്പോൾ അവരൊക്കെ ജോലി ചെയ്യുന്നൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മണ്ണിൽ ഇതുപോലെ കൃഷി ചെയ്ത് നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ നമുക്ക് എന്ത് പറയണമെന്നറിയില്ല. അത്രയ്ക്ക് നമ്മുടെ മനസ്സിനൊരു കുളിർമയാണ്. പിന്നെ നമ്മൾ നേരെ പാടത്തിലേക്ക് ഇറങ്ങാമെന്ന് നമ്മൾ വിചാരിച്ചു. അപ്പോൾ ഇതാണ് പാടത്തിലേക്കുള്ള വഴി. അങ്ങനെ നമ്മൾ പാടത്തിൻ്റെ നടുക്കേക്ക് പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറം ഹരിപ്പാടാണ്. അപ്പോൾ നമ്മുടെ പാടം കണ്ടില്ലേ, അങ്ങ് മരുഭൂമി പോലെ അങ്ങ് നീണ്ടു നിവർന്നങ്ങ് കിടക്കുകയാണ്. അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇവിടുന്ന് ആ ഒരു പാട്ടിട്ടതാണ്. ഞാൻ കണ്ടോന്നൊന്നും നോക്കിയില്ല. ഞാൻ അവിടെ കിടന്നു തുള്ളി. ഇത് വഴിയല്ലേ? അതാ വഴിയോ? ഇങ്ങനെ നമ്മൾ കൊയ്ത്ത് നടക്കുന്ന സ്ഥലത്ത് വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കൊയ്ത്ത് മെഷീൻ. അങ്ങനെ കൊയ്ത്തൊക്കെ കഴിയാറായി. പക്ഷെ എന്നിരുന്നാലും നമുക്ക് കൊയ്ത്ത് കാണാനായിട്ട് പറ്റി. അങ്ങനെ നമ്മൾ കണ്ടത്തിൽ നിന്നു കുറേ നേരം നമ്മുടെ കൊയ്ത്തൊക്കെ കണ്ടു. പിന്നെ നമ്മൾ കണ്ടത്തിൽ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടന്നു. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ കൊയ്ത്ത് മെഷീൻ വെച്ച് നമുക്ക് സൈഡിലുള്ള നെല്ലൊന്നും നമുക്ക് കൊയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതിന് അരിവാൾ തന്നെ വേണം. അപ്പോൾ സൈഡിൽ ഇന്ന് നെല്ലൊക്കെയാണ് എൻ്റെ അമ്മൂമ്മ ഇങ്ങനെ കൈകൊണ്ടൊക്കെ പിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കണ്ടത്തിലൊക്കെ നിന്ന് കുറേ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു. അവിടെ പോയി ഇരിക്കുക. ഇവിടെ കൊറേ നെല്ല് ഇപ്പൊ ഉണ്ട്. എന്റെ അമ്മയൊക്കെ അവിടെ നിന്ന് നെല്ല് പറയാ ഭയങ്കര. നമുക്ക് ഇവിടെ ഇരിക്കാം. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നപ്പോഴത്തേക്കും എൻ്റെ അമ്മയും അമ്മൂമ്മയാണെങ്കിൽ അവിടെ കണ്ടെത്തി നിന്ന് സൈഡിലൊക്കെ നിൽക്കുന്ന നെല്ലാണെങ്കിൽ പറിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ ക്ഷീണിച്ച് വന്ന് ഇവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അമ്മ പറിക്കാനായിട്ട് പോയി. അത് കണ്ടപ്പോൾ എനിക്കും പറിക്കണമെന്ന് തോന്നി. ഞാനും അങ്ങനെ ചാടി ഇറങ്ങി. ഇല്ല, കുഴപ്പമൊന്നുമില്ല, പറിക്കട്ടെ. എനിക്ക് പറിച്ച് ശീലമില്ല. ഒരെണ്ണം ഇങ്ങനെ എടുത്തിട്ട് ഒരെണ്ണം എടുത്തിട്ട് ഇതിപ്പോ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കിട്ടി. ഇങ്ങനെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴായിരുന്നു നമ്മുടെ ചെറിയൊരു തടിപ്പാലം കണ്ടത്. ഇങ്ങനെ ഞാനിങ്ങനെ അതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ കയറി നടന്നപ്പോഴായിരുന്നു ഒരു പ്രശ്നം. അതിൻ്റെ അകത്തെല്ലാം തടിയും അതും ഇതൊക്കെ പോയി കിടക്കുമായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ ഒരുവിധം ഇറങ്ങി. അപ്പോൾ കൊയ്ത്തായത് കൊണ്ട് ഇപ്പോൾ എല്ലായിടത്തും നെല്ല് വാരി കൂട്ടിയിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്നും ഒരു കൈയൊക്കെ എടുത്തു ഇങ്ങനെ വാരിയൊക്കെ ഇട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ സ്വർണം പോലായിരുന്നു നമ്മുടെ നെല്ലും അതുപോലെ തന്നെ പാടമൊക്കെ കിടക്കുന്നത്. നിങ്ങളൊക്കെ ഒന്ന് നോക്കിയത് സ്വർണം പോലെ തന്നെയല്ലേ കിടക്കുന്നത് നമ്മുടെ ഈ പാടമൊക്കെ ഒന്ന് കാണാനായിട്ട്.
നമ്മളങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു നമ്മുടെ നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ അമ്മൂമ്മ പഴം, പക്ഷെ പഴുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ അവിടെ കളഞ്ഞു. അപ്പോൾ നമ്മുടെ കണ്ടത്തിലൊക്കെ പോയി വെയിലൊക്കെ കൊണ്ട് വലഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മൾ ഒരു വെള്ളമൊക്കെ വാങ്ങിച്ചു കുടിച്ചു. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.